ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरौ श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഗ്രന്ഥര ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മവുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ ഒരു അധ്യായം ഇനി കുറച്ച് ശ്ലോകം കൂടിയുള്ളൂ. ഈ അധ്യായം കഴിയാറായി. നമ്മൾ എന്തായാലും അവസാനത്തെ ഭാഗങ്ങളിലാണ് നിൽക്കുന്നത്. 34-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. നമ്മൾ കണ്ടു ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ 30-ാമത്തെ ശ്ലോകം മുതൽ ഈ ഒരു അധ്യായം 36 ശ്ലോകങ്ങളാണുള്ളത്. 30-ാമത്തെ ശ്ലോകം മുതൽ പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹം ജനിച്ചതിന് ശേഷം ഉള്ള കുറച്ച് കാര്യങ്ങളും അതായത് അദ്ദേഹം ഒരു യുവരാജാവായി മാറുന്ന ആ ഒരു സമയത്തെ കുറിച്ച് പറയുന്നു. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവ് യജ്ഞങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം അശ്വമേധ യജ്ഞം നടത്തുന്നു. 32-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അദ്ദേഹം അശ്വമേധ യജ്ഞം നടത്തുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. ഓക്കെ, 33-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അശ്വമേധ യജ്ഞത്തിന് ഒരുപാട് ധനം ആവശ്യമുണ്ട്. അശ്വമേധ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അശ്വമേധ യജ്ഞം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അശ്വമേധ യജ്ഞം നടത്താൻ തന്നെ ഒരുപാട് ധനം വേണം. അങ്ങനെ സാധാരണ ആർക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് കേട്ടിട്ടുണ്ടാവും 100 അശ്വമേധ യജ്ഞം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ പദവി കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും അശ്വമേധ യജ്ഞം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ദ്രന്
ഇന്ദ്രദേവന് അത് അത്ര ഇഷ്ടപ്പെടില്ല. പൃഥു മഹാരാജ് 4-ാമത്തെ സ്കന്ധത്തിൽ അദ്ദേഹം അശ്വമേധയജ്ഞം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവസാനം 99-ാമത്തെ അശ്വമേധയജ്ഞത്തിലെത്തി. ആ സമയത്ത് ഇന്ദ്രൻ അവിടെ വന്ന് വേഷം മാറി വന്നും പല കപട വേഷങ്ങളൊക്കെ ധരിച്ചു വന്ന് അശ്വത്തെ അല്ലെങ്കിൽ കുതിരയെ കട്ടുകൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. കാര്യം അദ്ദേഹത്തിന് പേടിയായി എന്റെ പോസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളത്. പൃഥു മഹാരാജാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പൃഥു മഹാരാജന് ഇന്ദ്രന്റെ പദവിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. പൃഥു മഹാരാജാവ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു അശ്വമേധ യജ്ഞം നടത്തുന്നുണ്ടായിരുന്നത്. അല്ലെങ്കിലും നമുക്കറിയാം, ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്ത എന്ന് പറയുന്നത് അത് ഭഗവാനാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒരു ഉദ്ദേശവും അതിലില്ല, പാടില്ല. ശരിക്കും ഇന്ദ്രദേവന്റെ പദവിയൊന്നും അശ്വമേധ യജ്ഞത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവും അതേപോലെ തന്നെയാണ്. അദ്ദേഹം ശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശവും ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ അതിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ അശ്വമേധ യജ്ഞം നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻ ആണ് അതില്. ഒരു അശ്വത്തെ, ഒരു കുതിരയെ വിടുന്നു. ആ കുതിര ഒരുപാട് രാജ്യങ്ങളിൽ, ആക്ച്വലി പറയുന്നു, ലോകം മുഴുവനും ആ കുതിര സഞ്ചരിക്കുന്നു. ലോകം മുഴുവനും കുതിര സഞ്ചരിച്ച് ആ കുതിരയുടെ പിന്നാലെ ഒരുപാട് ഭടന്മാരും ഒരുപാട് ആളുകളും മന്ത്രിമാരൊക്കെ കൂടെ പോകും. കാര്യം എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കാൻ വേണ്ടി. കുതിര എവിടെ പോകുന്നോ ആ രാജ്യത്തിലെ ആ രാജാവ്, അവിടെയുള്ള രാജാവ് അശ്വമേധ യജ്ഞത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് നിയമം. ഇനി അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള അവരെ ഫെസിലിറ്റീസും അതിനുള്ള ധനവും ഒക്കെ, അതിനെല്ലാം സപ്പോർട്ടും കൊടുക്കണം. അതേപോലെ യജ്ഞത്തിൽ പങ്കെടുക്കുകയും വേണം. ഇനി എങ്ങാനും അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ആ രാജാവ് ഇവരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കണം. എന്നാൽ മാത്രമേ പങ്കെടുക്കാതിരിക്കാൻ വഴിയുള്ളൂ. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഭാഗത്തുള്ള സൈന്യം സാധാരണ ആളുകളല്ല. അതുകൊണ്ട് അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല അവരെ. അങ്ങനെ അശ്വമേധ യജ്ഞം നടത്തുന്നു എന്ന് പറയുന്നു ഇവിടെ 32-ാമത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 32, 33 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു. 33-ാമത്തെ ശ്ലോകത്തിൽ ഒരുപാട് ധനം ആവശ്യമുണ്ട്. അപ്പോൾ ധനം ശേഖരിക്കുന്നതിന് വേണ്ടി യുധിഷ്ഠിര മഹാരാജാവിന്റെ സഹോദരങ്ങൾ, അർജുനനും മറ്റുള്ള സഹോദരങ്ങളും എല്ലാവരും പോകുന്നു ധനം ശേഖരിക്കാൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അർജുനന് ധനഞ്ജയ എന്നുള്ള പേരും വരാനുള്ള കാരണം ഇതേപോലെ യജ്ഞത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി സഹോദരന്റെ യജ്ഞം, അതായത് യുധിഷ്ഠിര മഹാരാജാവ് ചെയ്യുന്ന യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണ് അവിടെ അദ്ദേഹമാണ് രാജാവ്. അതുകൊണ്ട് സഹോദരന് വേണ്ടി ധനം, അദ്ദേഹം യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ള ധനം ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ധനഞ്ജയ എന്നുള്ളൊരു പേരും അർജുനുണ്ട്. ഇവിടെ നമുക്ക് കാണാം, അർജുനൻ മാത്രമല്ല മറ്റുള്ള ബ്രദേഴ്സ് എല്ലാവരും പോകുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരവും ഒക്കെയാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹം വേണ്ടതായിട്ടുള്ള എല്ലാ ധനവും ഒക്കെ ഇവരെല്ലാവരും ശേഖരിച്ച് വരുന്നു. 34-ാമത്തെ ശ്ലോകം നോക്കാം. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമായജത് ധരിം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞൈ സമയജദ്ധരിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമയജത് ഹരിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞ സമയജദ്ധരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്തിഭിർഭീതോ യജ്ഞൈ സമയജദ്ഹരിം. കൃഷ്ണ പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം ഭഗവതേ വാസുദേവായ. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമയജത് ഹരിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞേ സമയജദ്ധരീം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. തേന സംവൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞൈ സമയജദ്ധരീം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിരഃ വാജിമേധൈസ്ത്രിഭിർഭീതോ യജ്ഞൈ സമയജത് ഹരിം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കുക ആരെങ്കിലും. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ആ സമ്പത്താൽ 3 അശ്വമേധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ ആർജിക്കാൻ രാജാവിന് കഴിയുമായിരുന്നു. അപ്രകാരം കുരുക്ഷേത്ര യുദ്ധാനന്തരം അത്യന്തം ഭയവിഹ്വലനായി കഴിഞ്ഞിരുന്ന ധർമ്മരാജാവായ യുധിഷ്ഠിരൻ പരമദിവ്യോത്തമ പുരുഷൻ ഹരിയെ സന്തുഷ്ടനാക്കി. ഭാവാർത്ഥം. മഹാരാജാവ് യുധിഷ്ഠിരൻ ലോകത്തിലെ ഏറ്റവും ഉത്തമനും ധർമ്മശീലനും ഈശ്വരഭക്തിയുള്ളവനും ശ്രേഷ്ഠനും വിശ്വവിഖ്യാതനുമായ രാജാവായിരുന്നു. എന്നിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം അദ്ദേഹം അത്യധികം സംഭീതനായിരുന്നു. എന്തെന്നാൽ യുദ്ധത്തിൽ ഗണ്യമായ തോതിലുള്ള കൂട്ടക്കുരുതികളെല്ലാം നിർവഹിക്കപ്പെട്ടത് മഹാരാജാവ് യുധിഷ്ഠിരനെ സിംഹാസനത്തിൽ അവരോധിക്കാൻ മാത്രമായിരുന്നു. ആകയാൽ യുദ്ധത്തിൽ സംഭവിച്ച സർവ്വ പാപങ്ങളുടെയും ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും പരിഹാരാർത്ഥം 3 അശ്വമേധ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അത്തരമൊരു യജ്ഞം വളരെയധികം ധനച്ചെലവുള്ളതാകുന്നു. അതിനാൽ യുധിഷ്ഠിരനെ പോലെയുള്ളൊരു മഹാരാജാവിന് പോലും യജ്ഞാനുഷ്ഠാനത്തിനു വേണ്ട സ്വർണ്ണക്കൂനകൾ മരുത്തൻ ഉപേക്ഷിച്ച സ്വർണത്തിൽ നിന്നും മരുത്തൻ ദാനം ചെയ്ത ബ്രാഹ്മണരുടെ വീതത്തിൽ നിന്നും ശേഖരിക്കേണ്ടതായി വന്നു. മഹാരാജാവ് മരുത്തൻ ദാനം ചെയ്ത ഭാരിച്ച സ്വർണം മുഴുവൻ ജ്ഞാനികളായ പണ്ഡിത ശ്രേഷ്ഠർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അവയിൽ ഭൂരിഭാഗവും അവർ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോന്നിരുന്നു. മാത്രവുമല്ല, ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ദാനമായി നൽകിയതും എന്നാൽ അവർ ഉപേക്ഷിച്ചു പോയതുമായ സ്വർണ്ണ കൂമ്പാരങ്ങൾ മരുത്ത മഹാരാജാവിനാൽ വീണ്ടും ശേഖരിക്കപ്പെട്ടിരുന്നില്ല. അതിനു പുറമെ സ്വർണ്ണ തളികകളും യജ്ഞത്തിനായി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ചവറ്റുകുട്ടയിൽ നിക്ഷേപിച്ചിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരൻ യജ്ഞാനുഷ്ഠാനങ്ങൾക്കായി ശേഖരിക്കുന്നതുവരെ ആ സ്വർണ്ണ കുമ്പാരങ്ങളെല്ലാം ദീർഘകാലം ആരും അവകാശപ്പെടാനില്ലാത്ത അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അവകാശികളായി ആരുമില്ലാത്ത വസ്തുക്കളുടെ അവകാശി രാജാവായതിനാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭ്രാതാക്കളോട് അവ ശേഖരിക്കാനായി ഉപദേശിച്ചു. ഏറ്റവും വിസ്മയകരമായ വസ്തുത എന്തെന്നാൽ രാജ്യത്തെ പ്രജകൾ ആരും തന്നെ അവകാശികളില്ലാതിരുന്ന ആ സ്വർണ്ണ കുമ്പാരങ്ങളിൽ നിന്നും വ്യാവസായിക ആവശ്യത്തിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനായോ സ്വർണം എടുത്തിരുന്നില്ല എന്നതാണ്. ഇതിൽ നിന്നും പ്രജകൾ സർവ്വവിധ ജീവിതാവശ്യങ്ങളിലും പൂർണ്ണ തൃപ്തരായിരുന്നുവെന്നും ഇന്ദ്രിയ ആസ്വാദനത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഉൽപാദനക്ഷമമായ അനാവശ്യ വ്യവസായ കാര്യങ്ങളോട് യാതൊരു പ്രതിപത്തിയും ഉള്ളവരായിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. യജ്ഞാനുഷ്ഠാനത്തിനു വേണ്ടിയും പരമദിവ്യോത്തമ പുരുഷനായ ഹരിയെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രമാണ് മഹാരാജാവ് യുധിഷ്ഠിരനെ സ്വർണ്ണ കൂമ്പാരം പിടിച്ചെടുത്തത്. അല്ലാതെ അവ രാജ്യഭണ്ഡാരത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു താല്പര്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ പ്രവൃത്തികളിൽ നിന്നും ഒരാൾ പാഠം ഉൾക്കൊള്ളണം. യുദ്ധഭൂമിയിൽ ചെയ്യപ്പെട്ട പാപങ്ങളിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ സംഭീതനായിരുന്നു. ആകയാൽ അദ്ദേഹം പരമപുരുഷനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ചു. കർത്തവ്യ നിർവഹണ വേളയിൽ നിത്യവും മനഃപൂർവ്വമല്ലാതെ പാപങ്ങൾ സംഭവിക്കുന്നുവെന്നും അത്തരം മനഃപൂർവ്വമല്ലാത്ത കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷ നേടാനായി വേദങ്ങളെ അനുശാസിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ നിശ്ചയമായും അനുഷ്ഠിച്ചിരിക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിച്ചോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണേന്യത്ര ലോകോയം കർമ്മബന്ധന. അനധികൃതമായി എല്ലാ കർമ്മങ്ങളുടെയും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മനഃപൂർവ്വമല്ലാത്ത പാപങ്ങളുടെ ആചരണത്തിൽ നിന്നും
സ്വതന്ത്രരാകാൻ ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിരിക്കണം. അപ്രകാരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ഒരാൾ എല്ലാവിധത്തിലുള്ള പാപകർമ്മത്തിൽ നിന്നും സ്വതന്ത്രനാവുന്നു. അപ്രകാരം പ്രവർത്തിക്കാത്തവരും അതേസമയം സ്വാർത്ഥ താല്പര്യം അഥവാ ഇന്ദ്രിയാസ്വാദനത്തിനായി പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളാൽ സ്വയം വർദ്ധിക്കുന്ന ക്ലേശങ്ങൾ സഹിക്കേണ്ടതായി വരുന്നു. ആകയാൽ യജ്ഞാനുഷ്ഠാനത്തിന്റെ മുഖ്യ ഉദ്ദേശം പരമദിവ്യത്വ പുരുഷൻ ഹരിയെ പ്രീതിപ്പെടുത്തുക എന്നതാവുന്നു. യജ്ഞാനുഷ്ഠാന പ്രക്രിയകൾ വ്യത്യസ്ത യുഗങ്ങൾക്കും സ്ഥലകാല ഭേദങ്ങൾക്കും അനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാൽ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം എല്ലാ യുഗങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും ഒന്നു തന്നെയാണ്. അതായത് പരമദിവ്യത്വം പുരുഷൻ ഹരിയുടെ സംതൃപ്തി. ധാർമ്മിക ജീവിത ശൈലിയാണത്. സമൃദ്ധി സമ്പൂർണവും സമാധാനപൂർണവുമായ ലോകത്തിന്റെ ശൈലിയാണത്. ലോകത്തിലെ ധർമ്മിഷ്ഠനായ ഉത്തമ രാജാവ് എന്ന നിലയിൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇവയൊക്കെ വേണ്ട വിധം നിർവഹിച്ചിരുന്നു. രാജ്യഭരണകാര്യങ്ങളിൽ നിയുക്തനായ മഹാരാജാവ് യുധിഷ്ഠിരൻ കർത്തവ്യ നിർവഹണാർത്ഥമുള്ള പ്രവൃത്തികളാൽ പാപിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യരെയും മൃഗങ്ങളെയും കൊല്ലുന്നത് ഒരു അംഗീകൃത കലയായി ആക്കി മാറ്റിയ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് നിരുദ്ധവുമായ കലിയുഗത്തിലെ ജനങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളുടെ ഭാരം എത്രയെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ആകയാൽ പാപികളായ അവർക്ക് ഈ കലിയുഗത്തിൽ യജ്ഞാനുഷ്ഠാനത്തിലൂടെ ഒരു കാരണവശാലും പരമദിവ്യത്വം പുരുഷനെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വകർമാനുഷ്ഠാനം മുഖേന പരമദിവ്യത്വം പുരുഷനെ പ്രീതിപ്പെടുത്തുകയാണ് ഒരാളുടെ മുഖ്യധർമ്മമെന്ന് ശ്രീമദ് ഭാഗവതം 1.2.13 പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരു മനുഷ്യൻ ഏത് ദേശക്കാരനോ ഏതു മതമോ ഏത് ജാതിയോ ഏത് തൊഴിലോ ചെയ്യുന്നവനായിരുന്നാലും പ്രത്യേക കാലദേശങ്ങൾക്കും വ്യക്തികൾക്കും അനുസൃതമായി ധർമ്മശാസ്ത്രങ്ങളിൽ അനുശാസിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ മനസ്സുള്ളവനായിരിക്കണം. കലിയുഗത്തിൽ അപരാധം കൂടാതെ കൃഷ്ണന്റെ ദിവ്യനാമം ജപിച്ച് ഭഗവാനെ പ്രകീർത്തിക്കുന്നതിൽ നിരതരാകണമെന്ന് വേദസാഹിത്യങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. കീർത്തനാം ഏവ കൃഷ്ണസ്യ മുക്തസംഗപരം പ്രജേത്. അപ്രകാരം നാമജപത്താൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രകീർത്തിക്കുന്നതാകയാൽ സർവ്വവിധ പാപങ്ങളിൽ നിന്ന് മോചിതനാകാനും ഭഗവത് നാമത്തിലേക്ക് മടങ്ങിച്ചെന്ന് ജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാക്കാനും കഴിയുന്നു. ഈ മഹത് ഗ്രന്ഥത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ വിശേഷിച്ചും ആമുഖത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം വിശദമാക്കിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച് നാം മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും സമൂഹത്തിൽ ക്ഷേമവും സമാധാനവും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ നാം വീണ്ടും അത് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മിൽ സംപ്രീതനാകുന്നത് എപ്രകാരമാണെന്ന് ഭഗവത്ഗീതയിൽ അദ്ദേഹം സ്പഷ്ടമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രവുമല്ല, അതേ പ്രക്രിയ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിതത്തിലും പ്രചരണ പ്രവർത്തനങ്ങളിലും പ്രായോഗിക തലത്തിൽ പ്രകടമാക്കിയിരുന്നു. കലഹവും അഭിപ്രായ ഭിന്നതകളും നിറഞ്ഞ ഈ ഇരുണ്ട യുഗത്തിൽ അസ്തിത്വത്തിലെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്ന പരമപുരുഷനായ ഭഗവാൻ ഹരിയെ സന്തുഷ്ടനാക്കാൻ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉത്തമമായ പ്രക്രിയ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടരുക എന്നതാണ്. മഹാരാജാവ് ഭഗവാൻ യുധിഷ്ഠിരനെ അശ്വമേധ യജ്ഞത്തിനാവശ്യമായ സാമഗ്രികൾ ഭദ്രമാക്കാൻ സമ്പത്തുകാലത്തു തന്നെ സ്വർണക്കുംഭാരങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ടായിരുന്നു. അതിനാൽ അപര്യാപ്തതയും സ്വർണത്തിനു തീർത്തും ക്ഷാമവുമുള്ള ഈ കാലഘട്ടത്തിൽ അത്തരം യജ്ഞാനുഷ്ഠാനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേയല്ല. ആധുനിക സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ച മൂലം വർത്തമാന കാലത്തിൽ നമ്മുടെ പക്കൽ കുറെ കടലാസു കൂട്ടവും അവയെ സ്വർണമാക്കി മാറ്റാമെന്ന വാഗ്ദാനങ്ങളുമാണുള്ളത്. എന്നാലും വ്യക്തികൾ ഒറ്റയ്ക്കായോ അല്ലെങ്കിൽ കൂട്ടായോ, അതുമല്ലെങ്കിൽ രാജ്യഭരണാധികാരികൾക്കോ മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെ യഥേഷ്ടമായി ധനം ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയും ഇന്നത്തെ കാലത്തില്ല. ആകയാൽ ഈ യുഗത്തിന് തികച്ചും അനുയോജ്യമായത് ശാസ്ത്രാനുസൃതമായി ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിക്കുന്ന മാർഗമാണ്. ഇങ്ങനെയുള്ള പ്രക്രിയയ്ക്ക് യാതൊരു സാമ്പത്തിക ചെലവും ആവശ്യമില്ലെന്നു മാത്രമല്ല, ഇത് സാമ്പത്തിക ചെലവേറിയ മറ്റ് യജ്ഞാനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അശ്വമേധ യജ്ഞത്തെയോ ഗോക്കളെ ബലിയർപ്പിക്കുന്ന യാഗത്തെയോ മൃഗങ്ങളെ കൊല്ലുന്ന പ്രക്രിയയായി തെറ്റിദ്ധരിക്കരുത്. പ്രത്യുത യജ്ഞത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് വേദമന്ത്രങ്ങളുടെ അതീന്ദ്രിയ ശക്തിയാൽ ഉന്നതമായൊരു പുനർജന്മം പ്രാപ്തമാകുന്നു. ശരിയായ വിധത്തിൽ ഉച്ചരിച്ചാൽ ലഭിക്കുന്ന വേദമന്ത്രങ്ങളുടെ അതീന്ദ്രിയ ശക്തി സാധാരണ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല. ആകയാൽ സാധാരണ മൃഗവധവും മൃഗബലിയും തമ്മിൽ സ്പഷ്ടമായ അന്തരമുണ്ട്. വേദമന്ത്രങ്ങളൊക്കെ കാര്യക്ഷമവും പ്രായോഗികവുമാണെന്നതിനുള്ള തെളിവാണ് ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ
പുനരുജ്ജീവനം. ഈ യുഗത്തിലെ പുരോഹിതന്മാർക്കോ ബ്രാഹ്മണരെന്ന് വിശേഷിപ്പിക്കുന്നവർക്കോ വേദമന്ത്രങ്ങൾ അപ്രകാരം നിയമാനുസാരിയായി ഉരുവിടാനുള്ള പ്രാപ്തിയില്ല തന്നെ. ദ്വിജബന്ധുക്കളുടെ ശിക്ഷിതരല്ലാത്ത വേദമന്ത്രങ്ങൾ ഗുരുശിഷ്യ പരമ്പരയിലൂടെ അഭ്യസിക്കാത്തവർ പിൻതലമുറക്കാർ അവരുടെ പൂർവ്വ പിതാമഹന്മാരെ പോലെ ശ്രേഷ്ഠരോ കഴിവുറ്റവരോ അല്ല. ആയതിനാൽ അവരെ ശൂദ്രരുടെ പട്ടികയിൽ അഥവാ ഏകജാതരുടെ ഇടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരം ഏകജാതർ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിന് അയോഗ്യരാകയാൽ യഥാർത്ഥ മന്ത്രങ്ങളാണ് ഉരുവിടുന്നതെങ്കിൽ പോലും അവയാൽ ഉദ്ദിഷ്ട ഫലപ്രാപ്തി ലഭിക്കുന്നില്ല. ആകയാൽ അവരെ എല്ലാവരെയും രക്ഷിക്കുന്നതിനായി ശ്രീ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനം അഥവാ എല്ലാ പ്രായോഗിക ഉദ്ദേശ്യങ്ങൾക്കുമുള്ള യജ്ഞത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. സുനിശ്ചിതവും അംഗീകൃതവുമായ ഈ പ്രവർത്തന പദത്തെ സങ്കീർത്തന പ്രസ്ഥാനത്തെ കലിയുഗത്തിലെ ജനങ്ങൾ അനുവർത്തിക്കണമെന്ന് ദൃഢമായി നിർദ്ദേശിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ശ്ലോകത്തിൽ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ 3 അശ്വമേധ യജ്ഞങ്ങൾ ചെയ്തു. ഈ അശ്വമേധ യജ്ഞങ്ങൾ അദ്ദേഹം ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണ്? പരമദൈവതമ പുരുഷൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം, അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ശ്രീല പ്രഭുപാദിയുടെ ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തെ പോലെ വേറെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. കാര്യം അദ്ദേഹമായിരുന്നു ഒരു ഐഡിയൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു, രാജഋഷിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഭഗവാന്റെ ശുദ്ധ ഭക്തനായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഒരു മറ്റുള്ളവരോടൊരു കാരുണ്യമായിരുന്നു, എല്ലാവരോടും കൃപ, ആരെയും ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല. വാക്കുകൊണ്ട് പോലും അദ്ദേഹം ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വ്യക്തിയാണ് യുധിഷ്ഠിര മഹാരാജാവ്. ധർമ്മരാജനാണ് അദ്ദേഹം. നമുക്കറിയാം കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് അശ്വത്ഥാമ മരിച്ചു എന്ന് കൃഷ്ണൻ പറയാൻ പറഞ്ഞപ്പോൾ അശ്വത്ഥാമ, അതായത് ദ്രോണാചാര്യര് അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യരാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കാര്യം ഇവരുടെയൊക്കെ ഗുരുവാണ് ദ്രോണാചാര്യർ. ദ്രോണാചാര്യർ ഫുൾ പൊട്ടൻസിയില് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണന് മനസ്സിലായി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ദ്രോണാചാര്യര് പലവരെയും അവസാനിപ്പിക്കും. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞില്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. അതാണ് വേറെ ഒരു പ്രശ്നം. യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മരാജാവാണ്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനെ കൊണ്ട് പറയിപ്പിക്കണം. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞു ഇങ്ങനെ പറയാൻ. കേട്ടപാടെ യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചു, അതെങ്ങനെയാ അശ്വത്ഥമാവ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അശ്വത്ഥമാവ് ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നുണ പറയാൻ എനിക്ക് സാധിക്കില്ല. പറയുന്നത് ആരാണ്? കൃഷ്ണനാണ് പറയുന്നത് നേരിട്ട് യുധിഷ്ഠിര മഹാരാജനോട് അങ്ങനെ പറയൂ. പരമദിവ്യോത്തമ പുരുഷൻ വന്ന് നേരിട്ട് പറഞ്ഞാലും യുധിഷ്ഠിര മഹാരാജാവ് കളവ് പറയില്ല. ധർമ്മരാജനാണ് അദ്ദേഹം. പിന്നെ നമുക്കറിയാം ഭീമന് സിഗ്നൽ കൊടുത്തു ഭഗവാൻ. അങ്ങനെ അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു ആനയുണ്ടായിരുന്നു, ആ ആനയെ കൊല്ലുന്നു. ആ സമയത്ത് അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ മനസ്സിലായി ആന മരിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അശ്വത്ഥമാവ് എന്ന് പറയുന്ന ആന മരിച്ചു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു ആര്? യുധിഷ്ഠിര മഹാരാജാവ്. ആ സമയത്ത് അശ്വത്ഥമാവ് എന്ന് പറഞ്ഞുള്ളൂ. അതിനുശേഷം ആന എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണൻ അവിടുന്ന് ശംഖൂതിയപ്പോൾ ആന എന്ന് പറഞ്ഞത് കേട്ടില്ല. നേരെ ഇദ്ദേഹം കേൾക്കുന്നത്, ദ്രോണാചാര്യർ കേൾക്കുന്ന അശ്വത്ഥമാവ് മരിച്ചു എന്നാണ്. അതോടുകൂടി അദ്ദേഹത്തിന് വിഷമമായി. അപ്പൊ അദ്ദേഹം യുദ്ധം അദ്ദേഹം നിർത്തുന്നു. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജ് നുണ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ആന എന്ന് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി കൃഷ്ണൻ അവിടെയും ഒരു ട്രിക്ക് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും കൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ സൂത്രപ്പണികൾ ചെയ്യുന്നതെന്നുള്ളത്. കൃഷ്ണൻ സൂത്രപ്പണികൾ ചെയ്യുന്നല്ല, മറ്റുള്ളവര് കൃഷ്ണനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാര്യം വേറെ ഒന്നുമല്ല, അവര് പല രീതി ദുര്യോധനൻ ആൻഡ് പാർട്ടി അവരുടെ ഇഷ്ടത്തിന് എല്ലാം, അതായത് കുതന്ത്രത്തിലൂടെ കാര്യങ്ങൾ നേടാൻ നോക്കുന്നവരാണ് അവര്. നേരിട്ട് എത്ര പ്രാവശ്യം പാണ്ഡവരെ വധിക്കാൻ നോക്കി. അവർക്ക് മെഴുകിന്റെ കൊട്ടാരം കൊടുത്ത്, എന്തിനാണ് മെഴുകു കൊട്ടാരം കൊടുത്തത്? കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭീമസേനന്
വിഷം കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് തെറ്റുകൾ. ദ്രൗപദി ദേവിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആരെങ്കിലും ചെയ്യും? വളരെ വളരെ പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെയുള്ള ആളുകളോട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അതായത് ചീറ്റേഴ്സിൽ വെച്ച് ഏറ്റവും വലിയ ചീറ്റർ ഞാനാണെന്നുള്ളത്. അതായത് അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഭഗവാനെ ചതിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കില്ല ഭഗവാനെ ഓവർടേക്ക് ചെയ്യാൻ. ഒന്നിലും സാധിക്കില്ല. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് യജ്ഞം ചെയ്യുന്നു, അശ്വമേധ യജ്ഞം ചെയ്യുന്നു ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ അദ്ദേഹം ഇതുപോലെ ഒരുപാട് 3 അശ്വമേധ യജ്ഞങ്ങളാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ കാരണമാണ് എല്ലാവരും ഈ യുദ്ധം നടന്നതും ഞാൻ കാരണമാണ്, ഇത്രയും ആളുകളൊക്കെ മരിച്ചത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്യണം, ഈ തെറ്റുകളൊക്കെ പാപങ്ങളൊക്കെ പോകാൻ വേണ്ടി. അങ്ങനെയാണ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ ആദ്യം പലതവണ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്. പക്ഷെ ആ ഉപദേശങ്ങളൊന്നും യുധിഷ്ഠിര മഹാരാജാവിന്റെ തലയിൽ കയറിയിട്ടില്ല. പിന്നീട് നമുക്കറിയാം, ഭീഷ്മ പിതാമഹനിലൂടെയാണ് അദ്ദേഹം ഇതൊക്കെ കേട്ട് അദ്ദേഹത്തിന് സമാധാനമാവുന്നത്. എന്നാലും അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പാപങ്ങളൊക്കെ പോകാൻ വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് പിന്നീട് അശ്വമേധ യജ്ഞം ചെയ്യുന്നത്. ഭഗവാന്റെ പ്രീതിക്കായി അശ്വമേധ യജ്ഞം ചെയ്യുന്നു. അശ്വമേധ യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ ശ്ലോകങ്ങളിലും അത് പറയുന്നു, ഒരുപാട് ധനം ആവശ്യമുണ്ട്. അപ്പോൾ മഹാരാജ് മരൂട്ട എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ യജ്ഞം നടത്തുന്ന സമയത്ത് ഒരുപാട് ദാനം കൊടുത്തിരുന്നു. അദ്ദേഹം ആവശ്യത്തിനും കൂടുതൽ ദാനം അദ്ദേഹം കൊടുത്തിരുന്നു. ഒരുപാട് സ്വർണവും അങ്ങനെ ബ്രാഹ്മണർക്കൊക്കെ ദാനം കൊടുത്തിരുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ബ്രാഹ്മണർക്ക് ഇതെല്ലാം കൊണ്ടുപോകാനോ അവർക്ക് അതെല്ലാം എടുക്കാനോ സാധിച്ചില്ല. അത്രമാത്രം കൂമ്പാരമായിട്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത് ഈ സ്വർണമൊക്കെ. അങ്ങനെ അതൊന്നും ആരും ഉപയോഗിക്കാതെ അത് അവിടെ ഇരിക്കുവാണ്, ആരും ഉപയോഗിക്കാതെ. പിന്നെ പറയുന്നു, ചില പ്ലേറ്റുകളൊക്കെ സ്വർണത്തിന്റെ പ്ലേറ്റുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ. അതൊക്കെ ചവിട്ടുകൊട്ടയിൽ ഇരിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. കാര്യം ആർക്കും അത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തു പോവില്ലേ, രാജ്യത്തെ വേറെ ആരെങ്കിലും വന്ന് എടുത്തു കൊണ്ടുപോയില്ലേ എന്ന്. കാര്യം സമയം കലിയുഗമല്ല. കലിയുഗമാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, അവിടെ മഷിയിട്ട് നോക്കാനുണ്ടാവില്ല. എന്തെങ്കിലും അവിടെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു കൊണ്ടുപോയില്ലേ. എന്തിനു പറയണം? എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, ഒരു ചാക്ക് അരി തന്നെ വഴിയിൽ വീണാൽ തന്നെ പക്ഷികളൊക്കെ വന്ന്, കിളികളൊക്കെ വന്ന് കുറച്ച് അരിയൊക്കെ കഴിച്ചിട്ട് അവർക്ക് അവരുടെ വയറ് നിറഞ്ഞാൽ അവർ തിരിച്ചു പോകും. എന്നാൽ മനുഷ്യൻ, നമ്മൾ ആരെങ്കിലും ആണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പതുക്കെ ആ ചാക്ക് എടുത്ത്, കുറച്ച് പക്ഷികൾ കഴിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോകും. അതേപോലെ ഉള്ള കാലമാണ് ഇത്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. അത് ആക്ച്വലി ആരും ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നില്ല. അതങ്ങനെ വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുമായിരുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് കുഴപ്പമില്ല. കാര്യം ബ്രാഹ്മണർക്ക് ദാനം കൊടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബ്രാഹ്മണർ അത് സ്വീകരിച്ച് അവരത് കൊണ്ടുപോവാണെങ്കിൽ, കേട്ടിട്ടുണ്ടാവും വേറൊരു രാജാവിന്റെ കഥ കൃഷ്ണ ബുക്കിലുണ്ട്, ഭാഗവത്തിൽ വരുന്നുണ്ട്, ദശമസ്കന്ധത്തില്. നിർഗ എന്ന് പറയുന്ന ഒരു രാജാവ്, അല്ലെ, എങ്ങനെയാണ് അദ്ദേഹം വലിയൊരു പല്ലിയാവുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇത് ബ്രാഹ്മണ ശാപം കിട്ടുന്നത് കാരണം. അപ്പോൾ അവിടെ അദ്ദേഹം ഒരിക്കൽ കൊടുത്ത ദാനം, ഒരുപാട് പശുക്കളെ ദാനം ചെയ്തു. അറിയാതെ ഒരു പശു തിരിച്ചു വന്നു, അറിഞ്ഞില്ല അദ്ദേഹം. അങ്ങനെ വേറൊരു ബ്രാഹ്മണന് ആ പശുവിന് ദാനം കൊടുത്തു. പക്ഷെ അത് വലിയൊരു അപരാധമായി. ആദ്യം കൊടുത്ത ബ്രാഹ്മണൻ തിരിച്ചു വന്ന് പറഞ്ഞു, എനിക്ക് തന്ന പശുവിനെ നിങ്ങൾ തിരിച്ചെടുത്തു, വേറെ ബ്രാഹ്മണന് ദാനം കൊടുത്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മൃഗത്തിന്റെ ശരീരം എടുക്കേണ്ടി വരുന്നതും. പക്ഷെ അത് ഭഗവാന്റെ നിയോഗമാണ്. ഭഗവാൻ വന്ന് അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ബ്രാഹ്മണന് കൊടുത്ത ദാനം ആക്ച്വലി പിന്നീട് വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഇവിടെ ബ്രാഹ്മണർക്ക് അത് സ്വീകരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം കൂടുതലായിരുന്നു, അളവ് കൂടുതലായിരുന്നു. അതുകൊണ്ട് അവര് അത് ഉപേക്ഷിച്ച് പോയിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ക്ലെയിം ചെയ്യാം, ആരും ഇല്ലെങ്കിൽ. കാര്യം ആരും ക്ലെയിം ചെയ്തില്ലെങ്കിൽ അത് രാജാവിനുള്ളതാണ് പിന്നീട്.
ഇപ്പോഴത്തെ രാജാവ്, ഇപ്പോൾ ഭരിക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവാണ്. യുധിഷ്ഠിര മഹാരാജാവിന് അത് എടുക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അത് എടുത്തോളാൻ. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ആ ധനമൊക്കെ ഉപയോഗിക്കുന്നു അശ്വമേധ യജ്ഞം നടത്താൻ വേണ്ടി. ഭംഗിയായിട്ട് അശ്വമേധ യജ്ഞം 3 അശ്വമേധ യജ്ഞങ്ങൾ നടത്തുന്നു ഭഗവാന്റെ പ്രീതിക്കായി. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ശ്ലോകം. അതായത് കർമ്മബന്ധനം പോവാൻ വേണ്ടിയും പാപങ്ങൾ പോവാൻ വേണ്ടിയും അല്ലെങ്കിൽ എല്ലാവരും യജ്ഞങ്ങൾ ചെയ്യണം എന്ന്. യജ്ഞങ്ങൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ യജ്ഞങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അത് ഏത് യുഗത്തിലാണെങ്കിലും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദ്വാപര യുഗത്തിൽ നടന്നതാണ്. ആ സമയത്ത് യജ്ഞങ്ങൾ ചെയ്യാൻ, അശ്വമേധ യജ്ഞം ചെയ്യാൻ പോലുമുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിലെ അശ്വമേധ യജ്ഞവും അല്ലെങ്കിൽ അങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ നിഷിദ്ധമാണ്. കാര്യം ഒരു മൃഗത്തെയും അങ്ങനെ കശാപ്പ് ചെയ്ത് ഉള്ള യജ്ഞം ഇവിടെ കലിയുഗത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആക്ച്വലി അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ബ്രാഹ്മണരില്ല. അതിന് വേണ്ട സാമഗ്രികളെല്ലാം വേണം. അതൊന്നും അവൈലബിൾ അല്ല. ശുദ്ധമാവണം എല്ലാം. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ ഫുൾഫിൽ ആവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കലിയുഗത്തില് ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ആക്ച്വലി നിഷിദ്ധമായി പറയുന്നത് ശാസ്ത്രങ്ങളിൽ. എന്നാൽ മറ്റുള്ള യുഗങ്ങളിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ പശു ആണെങ്കിലും അല്ലെങ്കിൽ കുതിരയാണെങ്കിലും അവരെ യജ്ഞത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഒന്നും നഷ്ടം സംഭവിക്കുന്നില്ല. അവർക്ക് മനുഷ്യജന്മമാണ് കിട്ടുന്നത് അടുത്തൊരു ജന്മത്തിൽ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവിടെ മരിക്കുന്ന ആ മൃഗത്തിന് ഒന്നും നഷ്ടം സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ അവർക്ക് ഗുണമേ സംഭവിക്കുന്നുള്ളൂ. അവർക്കും ഉടനെ തന്നെ മനുഷ്യജന്മത്തിലേക്ക് കിടക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. കാര്യം മനുഷ്യജന്മം കിട്ടിയാലേ പിന്നീട് ഭഗവത് സേവനങ്ങൾ ചെയ്ത് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരമുള്ളൂ അല്ലെ. അപ്പോൾ മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടേക്ക് എത്തുവാൻ സാധിക്കുന്നു. അല്ലാതെ ഇത് ഇങ്ങനെ യജ്ഞത്തിലുള്ള ഉപയോഗിക്കുന്ന മൃഗങ്ങളെ കഴിക്കാൻ വേണ്ടിയിട്ട് നാവിന്റെ രുചിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഇന്നത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ കലിയുഗത്തിൽ നടക്കുന്നതെല്ലാം അങ്ങനെയാണ്. നാവിന്റെ രുചിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്താണെങ്കിലും യജ്ഞം ചെയ്യണം എന്നുള്ളത് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അത് ഏത് യുഗമാണെങ്കിലും യജ്ഞം ചെയ്യണം. എന്നാൽ എന്ത് യജ്ഞമാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ യുഗത്തില് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആ യുഗത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ യുഗത്തിൽ ചെയ്യാൻ വേണ്ടി കൃഷ്ണൻ തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള യജ്ഞമാണ് ചെയ്യേണ്ടത്. പിന്നെ യജ്ഞം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏത് യജ്ഞമാണെങ്കിലും അതാ പുംബിർ ദ്വിജാശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശഃ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം. അതാ പുംബിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. സംസിദ്ധിർ ഹരിതോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യുന്നത്, യജ്ഞമാവട്ടെ എന്ത് വേണമെങ്കിലും ആവട്ടെ, ഇതെല്ലാം ഭഗവാന്റെ പ്രീതിക്കായി ചെയ്യുന്നു. സംസിദ്ധിർ ഹരിതോഷണം എന്നാണ് പറയുന്നത്. അങ്ങനെ കലിയുഗത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രിസ്ക്രൈബ് ചെയ്യുന്നു യജ്ഞം ചെയ്യുവാൻ വേണ്ടി. എന്ത് യജ്ഞമാണ് പറയുന്നത്? കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലിയുഗത്തിൽ കലേർ ദോഷ നിധേ രാജൻ അസ്തി ഏകോൻ മഹാഗുണാൻ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജൽ. 12-ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ശ്ലോകമാണ്. പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ് ഗോസ്വാമി ഭാഗവതം എല്ലാം പറഞ്ഞ് തീരാറായി. അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ്. അവിടെയാണ് പറയുന്നത് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മം. കലിയുഗം ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയമാണ്. പക്ഷെ ഇവിടെ കീർത്തനത്തിലൂടെ മുക്തസംഗം, മുക്തി നേടാൻ സാധിക്കും. അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് സാധിക്കും. ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും കീർത്തനത്തിലൂടെ മാത്രം. അതുകൊണ്ട് കീർത്തനമാണ് ഇവിടുത്തെ ഈ യുഗത്തിലെ ഇപ്പോഴത്തെ പറഞ്ഞിട്ടുള്ള യജ്ഞം, സങ്കീർത്തന യജ്ഞം.
കൃഷ്ണനാമ സങ്കീർത്തന യജ്ഞമാണ് ഈ യുഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ യജ്ഞം നമ്മൾ ഹരിനാമ സങ്കീർത്തന യജ്ഞം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കും. എന്നാൽ അത് അപരാധങ്ങൾ കൂടാതെ നമ്മൾ സങ്കീർത്തനമാണെങ്കിലും നാമജപമാണെങ്കിലും ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ കലിയുഗത്തിൽ വർക്കാവുന്ന ഒരേ ഒരു പ്രോസസ്സ് ഇത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഈസി ആണ് എന്ന് വിചാരിച്ച് അതിനെ ലൈറ്റ് ആയിട്ട് കാണാനും സാധിക്കില്ല. ഭഗവാന്റെ തിരുനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ശക്തി വേറൊന്നിനുമില്ല. നാംനാം അകാരി ബഹുദാം നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണീന കാല. നിജ സർവശക്തി, ഭഗവാന്റെ എല്ലാ ശക്തിയും ഭഗവാന്റെ നാമത്തിൽ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. ഭഗവാനും അതായത് പൂർണ്ണ മുക്തോ. ഭഗവാന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തെ അല്ല, അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. നിത്യമുക്തോ, ജപിക്കുന്നവർക്കൊക്കെ മുക്തി എന്തായാലും കിട്ടുന്നു. അഭിന്നത്വം നാമനാമിനോ, നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ ശാസ്ത്രങ്ങളിൽ ഇതും പറയുന്നു. അപ്പോൾ സങ്കീർത്തന യജ്ഞമാണ് ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, റെക്കമെൻഡഡ് പ്രോസസ്. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്തായാലും യുധിഷ്ഠിര മഹാരാജാവ് ചെയ്തിട്ടുള്ള അശ്വമേധ യജ്ഞം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുപോലത്തെ ഒരു യജ്ഞവും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള സങ്കീർത്തന യജ്ഞമാണ്. കീർത്തനം, ശ്രവണം, കീർത്തനം, ഇതാണ് നമ്മുടെ യജ്ഞങ്ങൾ. ഭഗവാനെ കുറിച്ച് കൂടുതൽ കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, കീർത്തനം ചൊല്ലുക. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള യജ്ഞം നമ്മൾ ചെയ്യേണ്ടതും. നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിനോടും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻ ഇതാണ്. അതുകൊണ്ട് അത് മാത്രം ചെയ്താൽ മതി, ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുന്നു. ശ്ലോകം 35. ആഹൂതോ ഭഗവാൻ രാജ്ഞ യാജയിത്വാ ദ്വിജൈ നൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഹൂതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈരാൻ നൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈരനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാജയിത്വാ ദ്വിജൈർനൃപം ഉവാസ കതിചിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥം വായിക്കുവാനെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ എ.സി. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരാൽ ക്ഷണിക്കപ്പെട്ട പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ജ്ഞാനികളായ ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ തന്നെയാണോ അശ്വമേധ യജ്ഞം നിർവഹിക്കപ്പെടുന്നതെന്ന് നിരീക്ഷിക്കുകയും അനന്തരം ബന്ധുജനങ്ങളുടെ സന്തോഷത്തിനായി അവിടെ കുറച്ചു മാസങ്ങൾ താമസിക്കുകയും ചെയ്തു. ഭാവാർത്ഥം.
മഹാരാജാവ് യുധിഷ്ഠിരാൽ യജ്ഞത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ ക്ഷണിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ തന്റെ പിതൃശ്യ സേയനായ യുധിഷ്ഠിരന്റെ ആജ്ഞകളെ ശിരസാവഹിച്ച് പണ്ഡിതരായ ബ്രാഹ്മണരെ യജ്ഞാനുഷ്ഠാനത്തിന് നിയോഗിച്ചു. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുവെന്നത് കൊണ്ട് മാത്രം യജ്ഞാനുഷ്ഠാനത്തിനുള്ള യോഗ്യത ലഭിക്കുന്നില്ല. ശരിയായ ശിക്ഷണത്തിലൂടെ ആചാര്യന്റെ ദീക്ഷ സ്വീകരിച്ച ദ്വിജനു മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ. ബ്രാഹ്മണ കുലത്തിലെ ഇളമുറ സന്തതികളായ ഏകജാതൻ ശൂദ്രന് തുല്യനാണ്. അത്തരം ബ്രാഹ്മണ ബന്ധുക്കളെ മതാചാരപരമായ വൈദിക കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. ശ്രീകൃഷ്ണൻ വിജയപ്രദമായ യജ്ഞാനുഷ്ഠാനത്തിന് ഉത്തമ വിശ്വാസയോഗ്യരായ പണ്ഡിതരായ ബ്രാഹ്മണ ശ്രേഷ്ഠരെ നിയോഗിച്ചു. അപ്രകാരം യജ്ഞത്തെ അദ്ദേഹത്തെ പോലെ തന്നെ പരിപൂർണവും കുറ്റമറ്റതും ശ്രേഷ്ഠവുമായി സംഭവിപ്പിക്കാൻ അദ്ദേഹം കാരണഭൂതനായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് അശ്വമേധ യജ്ഞം നടത്തുന്ന സമയത്ത് ആക്ച്വലി എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനോട് കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. ഇത് നമ്മൾ കാണാം. എല്ലാ സിറ്റുവേഷനിലും കൃഷ്ണനുമായിട്ട് അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഭക്തര് എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഭക്തർ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ സമ്മതം ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, ചോദിക്കാൻ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ്? നമുക്ക് ചോദിക്കാനുള്ള അവസരം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തരുന്ന ഉത്തരം അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഉത്തരമാണോ അതോ ശരിക്കും ഭഗവാൻ പറയുന്ന ഉത്തരമാണോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് ഭഗവാന്റെ ആഗ്രഹം ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ചോദിക്കും ഭഗവാനോട്, മനസ്സിൽ പക്ഷെ എപ്പോഴും ഉണ്ടാവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ യെസ് എന്ന് പറയണേ എന്നുള്ള ഭാവമായിരിക്കും നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നുണ്ടാവും, പക്ഷെ ഭഗവാൻ ഉത്തരം നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് തരുന്നു എന്ന് നമ്മൾ തന്നെ ധരിക്കുന്നു. എന്നിട്ട് പറയുന്നു ഭഗവാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയും. പക്ഷെ അതെപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ചും ശുദ്ധഭക്തർക്കൊക്കെ നടക്കും, അല്ലെങ്കിൽ പ്യൂരിറ്റി ഉള്ള ആളുകൾക്ക് അത് നടക്കുന്നു. സാധാരണ ആളുകൾക്ക് നടക്കില്ല. കാര്യം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്, ത്രിഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അത് ഭഗവാന്റെ തീരുമാനം ആയിക്കൊള്ളുന്നില്ല എപ്പോഴും. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതുകൊണ്ട് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു, ദീക്ഷാ ഗുരു ആവട്ടെ ശിക്ഷാ ഗുരു ആവട്ടെ, അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ യോഗ്യതയുള്ള ആളുകളോട് ചോദിക്കണം എന്നാണ് പറയുന്നത്. ശിക്ഷാഗുരു ആണെങ്കിൽ ദീക്ഷാഗുരു, ഓഫ് കോഴ്സ് ദീക്ഷാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിഫൈഡ് ഉള്ള ഒരു വ്യക്തിക്കാണ് ആ ഒരു പൊസിഷൻ എടുക്കാൻ യോഗ്യത കിട്ടുകയുള്ളൂ. ശിക്ഷാഗുരു എന്ന് പറഞ്ഞാലും അവിടെയും പല ലെവലുകളുണ്ട്. വരിഷ്ഠരായിട്ടുള്ള ഭക്തർ ശിക്ഷാഗുരുക്കളായിട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നു, ആ വ്യക്തിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ക്ലാസ് കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് ശിക്ഷാഗുരു ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അതിനുള്ള ക്വാളിഫിക്കേഷൻ ആ വ്യക്തിക്കുണ്ടോ, അതിന് മാത്രം ഭക്തിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭക്തിയിൽ ആത്മാർത്ഥപരമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുകയും വേണം. രണ്ടാമത് ആ വ്യക്തിക്ക് നമ്മുടെ ശിക്ഷാ ഗുരുവായിട്ട് അല്ലെങ്കിൽ നമ്മളെ ആധ്യാത്മിക പാതയിൽ നയിക്കാനുള്ള അവരും സമ്മതിക്കണം. അതേപോലെ തന്നെ അവർക്ക് അതിന് സമയവും വേണം. അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർലി അത് ഒരു കൺസൾട്ടേഷൻ എല്ലാം നടക്കുകയും വേണം. അല്ലാതെ വെറുതെ പേരിന് ആ വ്യക്തി എന്റെ ശിക്ഷാഗുരുവാണ് ഈ വ്യക്തി എന്റെ ശിക്ഷാഗുരുവാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അങ്ങനെ ആരെ വേണമെങ്കിലും നമുക്ക് പറയാം, പക്ഷെ ശിക്ഷാഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ആ ഒരു ഇന്ററാക്ഷൻസും ഉണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം, അതിനൊരു സംശയവും. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് തന്നെ വേണം നമ്മുടെ ശിക്ഷാഗുരുവായിട്ട്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് സമയം നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മെച്യൂരിറ്റിയോട് കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാര്യം അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പല ഇൻസ്റ്റൻസിലും നമുക്ക് അഡ്വൈസസ് കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അല്ലെങ്കിൽ ശ്രീല പ്രഭുപാജിയുടെ ഭാവാർത്ഥങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രഭുപാജി പറയുന്നത് കാണാം. അപ്പോൾ ദീക്ഷാഗുരു ആണെങ്കിലും ശിക്ഷാഗുരു ആണെങ്കിലും അവര് പറയുന്നതും ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഗുരു സാധു ശാസ്ത്രം പറയുന്നത് തന്നെയാണ്
അവരും പറയേണ്ടത്, ശരിക്കും ഐഡിയലി പറയേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ചോദിച്ചിട്ടായിരിക്കണം നമ്മൾ കൺസൾട്ടേഷൻ എടുത്തിട്ടായിരിക്കണം തീരുമാനങ്ങൾ പലതും, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും അങ്ങനെയുള്ള സ്റ്റേജസിൽ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ അവരെ റിലൈ ചെയ്യുന്നു, അവരുടെ തീരുമാനം ഭഗവാന്റെ തീരുമാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഗുരുവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്ര, അതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗുരുവിന്റെ കാര്യം പറയുന്നത്. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുരു ഭഗവാനും തമ്മിൽ ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ച് വ്യത്യാസമില്ല. സാക്ഷാത് ഹരി ശാസ്ത്രങ്ങൾ പറയുന്നു, സമസ്ത ശാസ്ത്രം, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നതാണ്. അപ്പോൾ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന പോയിന്റ് എന്തായിരുന്നു? യുധിഷ്ഠിര മഹാരാജാവ് എല്ലാം കൃഷ്ണനോട് കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ. ഇവിടെ യജ്ഞം ചെയ്യുന്നതും കൃഷ്ണന്റെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി യജ്ഞത്തിൽ ധനം ശേഖരിക്കുന്ന കാര്യവും കൃഷ്ണനാണ് ഐഡിയ കൊടുക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ അഡ്വൈസ് കൊടുക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്, ഡയറക്ഷൻ കൊടുക്കുന്നത്. മാത്രമല്ല യജ്ഞം നടക്കുന്ന സമയത്തും യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനെ പോയി പ്രത്യേകം ക്ഷണിച്ച് അവിടെ വരാൻ പറഞ്ഞ് ഈ യജ്ഞം സൂപ്പർവൈസ് ചെയ്യാനും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ടാണ് യശോമേധ യജ്ഞം അദ്ദേഹമാണ് നേരിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശീല പ്രഭുപാദി പറയുവാണ്, കൃഷ്ണൻ തന്നെ അത് ഏറ്റെടുത്ത് നടത്തി കൊടുത്തു, വേണ്ട രീതിയിൽ സൂപ്പർവൈസ് ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ബ്രാഹ്മണരൊക്കെ അത്രയും വരിഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരായിരുന്നു. അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ അവർക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതെല്ലാം വേണ്ട രീതിയിൽ കൃഷ്ണൻ വേണ്ട രീതിയിൽ നോക്കി നടത്തി കൊടുത്തു. അങ്ങനെ ആ യജ്ഞങ്ങളൊക്കെ സക്സസ്ഫുൾ ആയി എന്നാണ് ഇവിടെ പറയുന്നത്. 35-ാമത്തെ ശ്ലോകം അങ്ങനെ അവസാനിക്കുന്നു. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. തതോ രാജ്ഞാഭ്യനുജ്ഞാതഃ കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരാവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീ ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. തതോ നമോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരാവതീ ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീ ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീ ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ നാഥ രാജ്ഞാഭിനുജ്ഞാത കൃഷ്ണയാ സഹ ബുദ്ധിഭിഃ യയോ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ തതോ കൃഷ്ണ. രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീ ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയോ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ കൃഷ്ണായ എന്നാണ് തോന്നുന്നു. ഞാൻ വായിക്കട്ടെ പ്രഭുജി? ഞാൻ വായിച്ചില്ലേ ശ്ലോകം? വായിക്കട്ടെ? കൃഷ്ണായ എന്നാണ്. കൃഷ്ണായ സഹ ബന്ധുഭിഃ. പാഞ്ചാലി അല്ലെ, ദ്രൗപദി അല്ലേ പറയുന്നത്? അതെ.
കൃഷ്ണായ എന്നാണ് വേണ്ടത്. കൃഷ്ണായ ദ്രൗപദിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. വായിക്കൂ, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ഹേ ശൗനക, അനന്തരം ഭഗവാൻ മഹാരാജാവ് യുധിഷ്ഠിരനെയും ദ്രൗപദിയെയും മറ്റ് ബന്ധുജനങ്ങളെയും ആശീർവദിച്ച ശേഷം അവരോട് യാത്ര പറഞ്ഞ് അർജുനന്റെയും മറ്റ് യദുകുല വംശജരുടെയും അകമ്പടിയോടെ ദ്വാരകയിലേക്ക് പ്രയാണം ആരംഭിച്ചു. പരീക്ഷിത് മഹാരാജാവിന്റെ ജനനം എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 12-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനങ്ങൾ ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ, താങ്ക് യു. അങ്ങനെ ശൗനകാദ ഋഷികളോട് സൂത ഗോസ്വാമി പറയുന്നു, അങ്ങനെ അശ്വമേധ യജ്ഞം എല്ലാം കഴിഞ്ഞു. പരീക്ഷിത് മഹാരാജാവ് യുവരാജാവായി മാറുന്നു. അതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. യജ്ഞമെല്ലാം ഭംഗിയായി നടത്തി കൊടുത്തു. അതിനുശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് യാത്ര പറഞ്ഞ് പോകുന്നു. യുധിഷ്ഠിര മഹാരാജാവോടും ദ്രൗപദിയോടും മറ്റുള്ള എല്ലാ ബന്ധുജനങ്ങളോടും യാത്ര പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിക്കുന്നു. കൂടെ അർജുനനും പോകുന്നുണ്ട്. കുറച്ചു പേരൊക്കെ കൂടെയുണ്ട് കൃഷ്ണന്റെ കൂടെ തിരിച്ചു പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പ്രഭു കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. 13-ാമത്തെ അധ്യായം. ഓക്കെ, 12-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. സമവേദ ഗൗര ഭക്ത വൃന്ദ കി ജയ്. നിതായ് ഗൗർ ഹരിബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ.